നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞോണ്ടിരിക്കണ. അത് കേൾക്കും, അത് പറയുമ്പോ അറക്കുള്ള സുഖവും, അത് കേൾക്കുമ്പോൾ ഈ ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോൾ സുഖമല്ലേ ഈ നോക്കണം. അല്ലാതെ ആ പെൺകുട്ടിക്ക് മറയുണ്ടാക്കി കൊടുക്കുമ്പോണ്ടേ ഡ്രസ് പറഞ്ഞപ്പോ എടാ പെൺകുട്ടികൾക്ക് ഡ്രസ് മാറാൻ തെങ്ങിന്റെ മകൻ ഏത് കമ്മീഷനെ എന്താണെങ്കിലും നമുക്ക് ആ കുട്ടീനെ താല്പര്യമാണെങ്കിൽ പെൺകുട്ടികൾ എന്താണെങ്കിലും തെങ്ങിന്റെ മറയുന്ന ഡ്രസ് മറയ കാര്യം ചോദിക്കേണ്ട കാര്യം എന്റെ അടുത്ത്. അതെന്താ കാര്യം ഈ അങ്ങനെ ഒരു കാര്യം നടന്നെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യണം. ഈ ഐശ്വര്യത്തിലും മാതൃഭൂമിയിലും മനോരമയിലും കാര്യം പറയാൻ പറ്റും എനിക്ക്. അത് ചെയ്യേണ്ട കാര്യം പറ്റുമോ? ഈ കണ്ടിട്ടുണ്ടോ അവിടെ കേറിയിട്ടുണ്ടോ? ഒരു സെക്രട്ടറി വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ സെക്രട്ടറി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഒരു പഞ്ചായത്തിൽ വരും, പഞ്ചായത്ത് മെമ്പർ എല്ലാ പഞ്ചായത്തിലും കൈകാര്യം അറിയും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കണമെങ്കിൽ നടക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മളൊക്കെ പറയണത് അല്ലേ? ഒരു നടിക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? നമ്മളല്ല തീരുമാനിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കാം. ഒരു നടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്താൽ മതിയാന്ന് ചോദിക്കുന്നത്. ഏതാ സ്റ്റാൻഡ്? അതായത് ഇപ്പൊ കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അവര് പുറത്ത് പറ സ്റ്റാൻഡ് പറയും. നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം. തൊലി വിരിയാൻ വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുമെന്ന് പറയാം. പക്ഷെ ഇതൊക്കെ ഇല്ലാതെയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയല്ല ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങളിലേക്കും ഒന്നും ഇറങ്ങിച്ചില്ല. പഠനത്തെ കുറിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ ഞാൻ അറിയണ്ട.